ബോഡി ഷേമിങ് നടത്തുന്നവരോട് ഞാൻ പറയുന്നത് എനിക്ക് എൻ്റെ ശരീരത്തോടും എൻ്റെ മുഖത്തോടും ഒക്കെ എനിക്ക് നല്ല ബഹുമാനവും എനിക്കിഷ്ടമുണ്ട്. ഞാൻ നല്ലതാണ്, എനിക്ക് കാണാൻ അത്യാവശ്യം കൊള്ളാൻ തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ക്യാമറയ്ക്ക് മുന്നിൽ വേറൊരു സ്ക്രീനിൽ വരുമ്പോൾ എൻ്റെ ഷേപ്പ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് കുറ്റം പറയുന്നതിന് എനിക്ക് നേരിട്ട് വന്ന് എന്നെ ആരും കുറ്റം പറഞ്ഞിട്ടില്ല. ഇത് കൂടുതൽ സ്ത്രീകൾ തന്നെയാണോ? സ്ത്രീകളാണ് പറയുന്നത് കുറ്റം പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ചെറുപ്പം കൂടെ ആണെങ്കിൽ, അല്ലെങ്കിൽ അത്യാവശ്യം ചെറുപ്പക്കാരിയും കൂടെ ആണെങ്കിൽ പിന്നെ ഭർത്താവ് അല്ലെങ്കിൽ പറയേണ്ടത് മുഴുവൻ പറയും. ഇനിയിപ്പോൾ ഞാനൊരു ജോലിക്ക് പോയാലും അവിടെ പറയും, എവിടെ പോയാലും ഞാൻ പറയും. രേണുസുതിയുടെ ആറ്റിറ്റ്യൂഡാണ് ജോലിയാണോ ഇപ്പോഴത്തെ പ്രശ്നം ഈ പൊതുവെ കുറ്റം പറയുന്നവർക്ക്? രേണുസുതിക്ക് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അത് രേണുസുതിയുടെ ആറ്റിറ്റ്യൂഡ്. അതെന്തിനാ മറ്റുള്ളവർക്ക് പ്രശ്നമാകുന്നത്? ഞാൻ ആരുടെയും വീട്ടിൽ ചെന്ന് എന്തെങ്കിലും, ഞാൻ കുറച്ച് ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞാൻ ആരെയാലും ചെന്ന് തോണ്ടിപ്പിടിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ഭർത്താക്കന്മാരെ ചെന്ന് പിടിക്കുന്നുണ്ടോ? പറയട്ടെ, ആൾക്കാർ പറയട്ടെ. ഈ പറയുന്ന കുറ്റം പറയുന്ന ആരുടെയും വീട്ടിൽ ചെന്ന് അവരുടെ മക്കളെയോ അല്ലെങ്കിൽ അവരുടെ ഭർത്താവിന് കുത്തിന് പിടിച്ചിട്ട് അവൻ്റെ പൈസ ഞാൻ മാസം വരുമാനമാക്കുന്നുണ്ടോ? അങ്ങനത്തെ ഒരാളല്ലല്ലോ രേണു. പിന്നെ എന്താണ് ഇവർ ഈ ആറ്റിറ്റ്യൂഡിൻ്റെ കാര്യമോ എൻ്റെ ഈ പുറകെ നടക്കുന്നതിന് കാരണം എനിക്കറിയില്ല. എന്ത് ചെയ്താലും തെറിവിളി കുറ്റം, അതൊക്കെ സെയിം പ്രൊഫൈലിൽ നിന്നാണ് ഈ തെറിവിളി വരുന്നത്. ഒരു പർട്ടിക്കുലർ ഇന്ന ആളുകളിൽ നിന്ന് ഇന്ന ഒരു വിഭാഗം പ്രൊഫൈലിൽ നിന്ന് സത്യം അതിന് ഒരു സാധനങ്ങളാണ് വരുന്നത്. എന്തുകൊണ്ട് അതിനൊരു സൈബർ പരാതിയിലേക്കോ കാര്യങ്ങളിലേക്കോ മൂവ് ചെയ്യുന്നില്ല? ആർക്കൊക്കെ കൊടുക്കണം, എത്ര കൊടുക്കണം, കൊടുത്തിട്ട് വല്ല പ്രയോജനം? ഇതാകുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി. എന്തേലും ഇവന്മാരെല്ലാം വന്ന് എനിക്കിട്ട് തോടുകയോ അടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് വിഷയം വേറെ. അല്ല, ബോഡി ഷെയ്മിങ്ങും ഇങ്ങനെയുള്ള നമുക്ക് പരിധി ലംഘിച്ചുള്ള വർത്തമാനങ്ങളൊക്കെ സൈബർ ബോഡി ഷെയ്മിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ മാരക വേർഷനാണ് വല്ല ഡാഗിനി അമ്മൂമ്മ പല്ലിയായിട്ട് ഭയങ്കര സാമ്യമാണെന്ന്. പല്ലി ഓക്കെ ശരി, പല്ലി ആയിക്കോട്ടെ, എനിക്ക് സന്തോഷമുള്ളൂ. ഈ ഡാഗിനി അമ്മൂമ്മേനെയും കുട്ടൂസനെയൊക്കെ ഞാൻ കുഞ്ഞിലേ തൊട്ടേ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അവരാണെന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ബോഡി ഷേമിങ് നടത്തുന്നവരുടെ വിചാരം ഞാനിതൊക്കെ കേട്ട് തളർന്ന് കരഞ്ഞ് പണ്ടാരം അടങ്ങുന്ന അല്ല. പല്ലി അതൊരു ജീവിയാണ്. എനിക്ക് അപ്പോൾ ഈ പല്ലി എലിയൊക്കെ എൻ്റെ അത്രയും ഗ്ലാമർ ആണെന്ന് പറഞ്ഞാൽ അവരെ അഭിമാനിക്കുമല്ലേ വേണ്ടത്? ഈ ഇതേ ആളുകൾ തന്നെ റീൽ കണ്ടന്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. രേണുവിനെ തന്നെ വെച്ചിട്ട്, രേണുവിൻ്റെ ക്യാരക്ടർ എടുത്ത് വെച്ചിട്ട് രേണു തന്നെ ഒരു തവണ അതിനെക്കുറിച്ച് ദേഷ്യപ്പെടുക കാര്യങ്ങളൊക്കെ. എനിക്ക് അവരെ കാണാൻ പോയിരുന്നോ നേരിട്ട്? എന്തോ കാണാനൊന്നും പോയില്ല, അത് വേറെ. അത് റീലിന്റെ എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു പ്രാങ്ക് വീഡിയോ ഇവരെ കണ്ടതായിരുന്നു. അവര് പ്രാങ്ക് വീഡിയോ ചെയ്തു. അപ്പൊ അവര് ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു തരത്തിലും ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ രേണുവിനെ ബാധിക്കുന്നില്ലേ? എന്നെ ബാധിക്കുന്നില്ല. കാരണം നമ്മളെ വെച്ചിട്ട് ഇപ്പം അതിന്റെ ഏറ്റവും വലിയ അത് ഇപ്പൊ പൊന്നാമ്പൽ പുഴയിറമ്പിൽ റീല് എടുത്ത അവരുടെയാണ്. അതല്ലാതെ മല്ലു റാപ്പർ എന്ന് പറയുന്നത്, ഞാൻ പെപ്പർ എന്ന് പറയുന്നതാണ് അവരുടെ അടുത്ത്, എന്നെ രേണസുന എന്ന് വിളിക്കുന്നത്. അപ്പം ഈ മറുകൊക്കെ വെച്ചിട്ട് ഉണക്കമുന്തിരിയൊക്കെ വെച്ചിട്ടുള്ള സാധനം. അപ്പം അവരെ ഞാൻ എന്ത് പറയാനാണ്? ആദ്യമൊക്കെ എനിക്ക് ഇതെന്ത് ഒരു ഓവറല്ലേ. പക്ഷെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, ശരിയായി, എന്നെ വെച്ചിട്ട് അവരെ ജീവിക്കുകയാണെങ്കിൽ ജീവിക്കട്ടെ, പാവം. പക്ഷെ അതിൽ കിടക്കുന്നില്ലേ? അതിൻ്റെ അതിർവരമ്പ് കടക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. ഞാൻ പറഞ്ഞില്ല, ഞാനൊന്നും കാണാമല്ലോ. പക്ഷെ ചെവി കൂടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ച് പറയുമ്പോൾ കേൾക്കണമല്ലാതെ ഞാൻ പറയുന്നത് അവര് ജീവിക്കട്ടെ. രേണു എന്ന് പറയുന്ന ഒരാൾ എന്തും ആയിക്കോട്ടെ, ലൈക്ക് സമൂഹത്തിൽ പല കാര്യങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഒരാൾക്ക് കളിയാക്കുന്നതിന് ഒരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഒരു പരിധി വേണ്ടേ? ശരിക്കും വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ നമുക്ക് പറയാനല്ലേ പറ്റത്തുള്ളൂ, അവർ ചെയ്യട്ടെ. അല്ല, വിളിച്ച് ഈ പറഞ്ഞ പോലെ അങ്ങനെ നിന്ദിക്കുന്നവരോടൊന്നും ഈ പറഞ്ഞ പോലെ എല്ലാവരെയും നമുക്ക് ഈ കമൻറ്റ് ചെയ്യുന്നവരെ പറ്റില്ലെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ്, വ്ളോഗേഴ്സ്, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ അവരെ വിളിച്ച് രേണുവിന് സംസാരിച്ചുകൂടെ ഇത് അതിര് കിടക്കുന്നു എന്നുള്ളത്? എന്നിട്ട് ആ സംസാരം റെക്കോർഡ് ചെയ്തിട്ട് വേറെ രീതിയിലുള്ള എന്തിനാ വെറുതെ നമ്മൾ പോയി. അല്ലെങ്കിൽ തന്നെ നമുക്ക് പണി ഇങ്ങനെ എരന്ന് വരുവാ. എനിക്ക് അതിൻ്റെ കൂടെ അവരോട് എരന്ന് തോണ്ടി മേടിക്കേണ്ട കാര്യമുണ്ടോ? വേണ്ട. നമ്മളെ മനസ്സിലാക്കുന്ന 10 പേരുണ്ടെങ്കിൽ അത് മതി. നമ്മളെ സ്നേഹിക്കുന്ന 5 പേരുണ്ടെങ്കിൽ അത് മതി. നമ്മളോട് ആത്മാർത്ഥത കാണിക്കുന്ന 2 പേരുണ്ടെങ്കിൽ അത് മതി. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന. എനിക്ക് തോന്നുന്നു നല്ല സമയവും നല്ല കാര്യമാണെങ്കിൽ പോലും രേണുവിന് ഒരു ക്രൂഷ്യൽ ടൈം കൂടിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടും ഈക്വലി പോകുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് രേണുവിൻ്റെ കൂടെ നിൽക്കുന്ന ആരൊക്കെയാണ്? ഫാമിലി ഉണ്ട്, പിന്നെ കുറച്ച് അടുത്തറിയാവുന്ന കുറച്ച് പേര് എന്നെ വിളിച്ച് എന്താണ് തിരക്കണത്, നീ കഴിച്ചോ അല്ലെങ്കിൽ നീ കുടിച്ചോ, അങ്ങനെ തിരക്കുന്ന 2-3 കുറച്ച് ഫ്രണ്ട്സ്. അതല്ലാതെ എൻ്റെ കൂടെ ആരുമില്ല എൻ്റെ കൂടെ. പിന്നെ മേ ബി എന്നെ അറിയാത്ത കുറേ പേര് കാണും. ഒരുപാട് പേര് നേരിട്ട് കാണുമ്പോൾ അമ്മമാരൊക്കെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്. രേണുസുതി, ഞങ്ങൾക്ക് രേണുവിനെ ഭയങ്കര ഇഷ്ടമാണ്, രേണു ഇങ്ങനെ തന്നെ പോകണം മുന്നോട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. ആ ജനങ്ങളൊക്കെ എന്നെ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം. ഒരു വിഭാഗം പറയുകയാണ് ഇത് ഇങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ആവണം എന്ന് പറയുകയാണെങ്കിൽ രേണു ആ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുമോ? അല്ലേ? ഓക്കെ ശരി, ഈ പറയുന്നവർ
ഇങ്ങനെ ജീവിക്കണം. ഞാൻ വെറുതെ വീട്ടിൽ ചെന്നിരിക്കാന്നേ, എനിക്ക് വിഷയമല്ല അഭിനയിക്കണം. ഈ ഉറക്കം ഉളച്ച് ഞാൻ എന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയാന്നറിയാം, അവിടെ ഷൂട്ടാണ്. ഇന്നലെ തൃശ്ശൂരാണെങ്കിൽ ഇന്ന് എറണാകുളമാണ്, നാളെ കുന്നംകുളമാണ്, തലയിലെ ഇപ്പം പറയും അടുത്ത ഗൾഫ്, ദുബായ്, ഇതൊക്കെ പറഞ്ഞോട്ടെ, കളിയാക്കിയോട്ടെ. പക്ഷേ എനിക്ക് വേണേൽ വീട്ടിൽ കിടന്നുറങ്ങാന്നേ, ഫുഡും കഴിച്ചിട്ട് കിടന്നുറങ്ങാം. എനിക്ക് ഫുഡ് പോലും നേരെ ഇറങ്ങത്തില്ല ഈ ഓട്ടം കാരണം, ഉറക്കളപ്പ് കാരണം. എനിക്ക് വയ്യ, ഒന്നാമത്തെ ഹെൽത്ത് നോക്കുന്നില്ല ഞാൻ. കൂട്ടുകാർ വഴക്ക് പറയും, സ്നേഹിക്കുന്ന 2-3 പേരുണ്ട് കൂട്ടുകാരായിട്ട് നമുക്ക്. എടി നീ ഫുഡ് കഴിക്കും, നീ നിൻ്റെ ഹെൽത്ത് നോക്ക്, ഇപ്പം സ്കിന്നൊക്കെ കുറച്ച് നന്നായി, മുഖമൊക്കെ നന്നായി, ഇനി കുറച്ച് ഇതൊന്നും കളയാതെ ഇച്ചിരി കഴിക്കുന്നൊക്കെ. ഇതൊന്നും നമുക്ക് ഇറങ്ങണ്ടേ, ഒക്കെ ഇല്ല, ഇങ്ങനെ ഓട്ടമല്ല. അപ്പോൾ ഞാൻ വീട്ടിൽ കസാരമേ കാലം വെച്ചിരുന്നോളാം, ഇവർ കൊണ്ട് തരട്ടേന്നേ, മാസം കൊണ്ട് തരട്ടെ 1 ലക്ഷം രൂപ. ഈ പറയുന്ന ഓരോരുത്തരും എൻ്റെ അക്കൗണ്ടിലോട്ട് 1 ലക്ഷം രൂപ വെച്ച് തന്നാ വേണ്ട, 1 ലക്ഷം വേണ്ട. അപ്പം അവള് വേണോന്നേ, ഇവർ പറഞ്ഞിട്ടില്ല ഞാൻ പറയുന്ന ജോലി അവർ ചെയ്യുമോ? അപ്പോൾ അവർ പറയുന്നത് ഞാൻ വീട്ടിലിരിക്കാം, അവർ 50,000 രൂപ വെച്ച് മാസം തരട്ടേന്ന്. ഞാൻ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ, ഞാൻ ഒരു പരിപാടിക്ക്, ഒരു മീഡിയയ്ക്ക് മുന്നേ ഞാൻ പോകത്തില്ല, ഉറപ്പ്. ഈ കുറ്റം പറയുന്ന ഓരോരുത്തരും 1 ലക്ഷം വേണ്ട, ഒരാൾ 50,000 രൂപ വെച്ച് എൻ്റെ വീട്ടിൽ കൊണ്ട് തന്നാൽ, അല്ലെ എൻ്റെ ഫോൺ പേ ഞാൻ നമ്പർ തരാം, നിങ്ങൾ ഇട്ട് തന്ന എല്ലാ മാസവും, ഒരാളല്ല തരേണ്ടത്, കുറ്റം പറയുന്ന സകലരും എല്ലാ മാസവും എനിക്ക് 50,000 രൂപ കൊണ്ട് തന്നാൽ ഞാൻ ഈ മീഡിയയ്ക്ക് മുന്നേ ഞാൻ വരത്തുമില്ല. ഇനിയിപ്പം അഭിനയം എത്ര വന്നാലും ഞാൻ പോകത്തുമില്ല. എല്ലാ മാസം എനിക്ക് കൊണ്ട്, ചിലപ്പോൾ എനിക്കത് അടുത്ത മാസം എനിക്ക് 1 ലക്ഷമായിരിക്കും, അതും കൊണ്ട് തരണമെന്നേ ഞാൻ ചോദിക്കുന്നത്. പൈസ ഞാൻ ഇരുന്നോളാം. അപ്പോൾ ജീവിക്കാൻ വേണ്ടി മാത്രമാണ് ശരിക്കും ഈ ഒരു പാഷൻ അല്ലെങ്കിൽ ഈ ഒരു ജോലിയിലേക്ക് തിരഞ്ഞെടുത്തത്. പിന്നെ ഇപ്പൊ അതൊരു പാഷനും കൂടെ ആയി എൻ്റെ. അത് ചെയ്തു വന്ന് ഇഷ്ടപ്പെട്ടപ്പോൾ ഒരു പാഷനായി. ഞാനൊരു തിയേറ്റർ ആർട്ടിസ്റ്റും കൂടാണ്, കൊച്ചിൻ സംഗമിത്രയുടെ 50 സ്റ്റേജോളം വർക്ക് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നാടക നടിയും കൂടാണ്. 2 മണിക്കൂർ 2 മണിക്കൂർ നാടകയുടെ സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുന്ന ആളാണ് ഞാൻ. ആ ബാക്ക്ഗ്രൗണ്ട് ആർക്കും അറിയില്ല. അറിയാവുന്നവർ കാണും, അവരാരും മിണ്ടുന്നില്ല. മനസ്സിലായോ? ഈ ബിഗ് ബോസിലേക്കുള്ള സാധ്യതകൾ വല്ലതും ഉണ്ടോ? ഉണ്ടായിരിക്കും, ഉണ്ടാകാതിരിക്കായിരിക്കും. എന്നെ ഏതായാലും വിളിച്ചിട്ടില്ല ഇതുവരെയായിട്ടും. ഇല്ല, എന്നെ വിളിച്ചിട്ടില്ല. ഈ സീസണിൽ ഉണ്ടാവില്ല. ഉണ്ടാവോ ഇല്ലയോ എന്നല്ല, ഞാൻ വിളിച്ചാൽ പോകും, പക്ഷെ എന്നെ വിളിച്ചിട്ടില്ല. പിന്നെ ഒരു കാര്യമാണ്, ഞാൻ ഇത് സ്ഥിരം കാണുന്ന ഒരാളല്ലായിരുന്നു. ഷോർട്സ് ഒക്കെ കാണാറുണ്ട്, എനിക്ക് അതിനെ പറ്റി ഡീറ്റെയിൽ ഒന്നും അറിയില്ല പറയാൻ. ഈ പ്രാവശ്യത്തെ ലിസ്റ്റിൽ രേണുവിന്റെ പേരുണ്ട്, പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ഇല്ല, വിളിച്ചിട്ടില്ല. ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളും ഉണ്ടോ? ഇനി വിളിച്ചാൽ എന്തായാലും പോകും. വിളിച്ചാൽ അത് എവിടെയാണെങ്കിലും ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും പോകും. ഓക്കെ, വിളിച്ചാൽ സന്തോഷമല്ലേ നിങ്ങൾക്ക്? തീർച്ചയായിട്ടും ഒരു അവസരം കിട്ടുന്നതല്ലേ, അതെന്ത് നമ്മൾ വേണ്ടാന്ന് വെക്കണം. വിളിച്ചാൽ എനിക്ക് സന്തോഷം, അത്രേ ഉള്ളൂ. അതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ അറിയാത്തതുകൊണ്ട് നമുക്ക് അത് സ്കിപ്പ് ചെയ്യാം. ഈ പറഞ്ഞില്ലേ, നമ്മൾ അദ്ദേഹത്തിന്റെ മരണശേഷം ഒരു വലിയ സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു വലിയ, കേരളത്തിൽ തന്നെ വലിയൊരു ബഹളം ഉണ്ടായിരുന്നു. സഹായം, രേണുസുധിക്ക് ഒരുപാട് സഹായങ്ങൾ തരുന്നു, കുടുംബത്തിന് സഹായം തരുന്നു, പല വാർത്തകൾ വരുന്നു. ശരിക്കും ഈ സഹായങ്ങളൊക്കെ എവിടെ? സഹായിച്ചില്ലെന്നല്ല, വാർത്തകളിലൂടെ മാത്രം വന്നതാണോ? ശരിക്കും സഹായിച്ചില്ലെന്നല്ല പറഞ്ഞത്. സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന, എല്ലാവർക്കും അറിയാവുന്ന. എന്താ പറയുക, പേഴ്സണലി സഹായിച്ചവരുണ്ട്, അതുപോലെ അല്ലാതെ കുടുംബത്തിന് വേണ്ടിയിട്ട് സഹായിച്ചവരുണ്ട്. ഇന്നിപ്പോൾ സൂചിച്ചേണ്ട ഫ്യൂണറൽ ഭയങ്കര വലിയൊരു ഫ്യൂണറലായിട്ടാണ് നമ്മൾ നടത്തിയല്ല നടന്നു പോയത്. ഞാനന്ന് എനിക്ക് ഓർമ്മ, എനിക്കിപ്പോൾ അതിൻ്റെ ചിലവൊക്കെ വലിയ ഫ്ലവേഴ്സ് തന്നെ, ആ വലിയ ചാനലായ ഫ്ലവേഴ്സാണ് എല്ലാം ചെയ്തത്.